ഓക്കെ, അപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. കാണാമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ലൈഡ് ഓക്കെയാണ് സാർ, സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നമുക്കൊന്ന് റെഡിയാക്കാം. ഓക്കെ, ഇപ്പം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നലത്തെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനകത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുമ്പോൾ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബുക്ക് വല്ലതും കൈ വെച്ചിരിക്കുകയാണെങ്കിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ചില രസകരമായിട്ടുള്ള കോഡുകളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളതെല്ലാം ഒന്നെടുത്ത് റെഡി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് കുറച്ച് ടോപ്പിക്കുകളുടെ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ DHIC കോഴ്സിനകത്തുള്ള ഏകദേശം പ്രധാനപ്പെട്ട 3 ആൾക്കാരാണ്, 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മുടെ അനാട്ടമി, പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ NCD, അതോടൊപ്പം തന്നെ CD അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ ഈ പറഞ്ഞ 3 ടോപ്പിക്കുകൾ ഏകദേശം പഠിച്ചു തീർന്നാൽ തന്നെ നമ്മുടെ ഏകദേശം DHSC കോഴ്സിന്റെയും PSCയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പോർഷനുകളായിരിക്കും ഈ പറയുന്ന 3 ടോപ്പിക്കുകൾ. വേണമെങ്കിൽ നമ്മുടെ DHSC കോഴ്സിന്റെ ത്രിമൂർത്തികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ പറഞ്ഞ അനാട്ടമിയെയും NCDയെയും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയും, കൂടാതെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനെയും. ഏകദേശം ഒരു വാസ്റ്റ് ടോപ്പിക്ക് ഇതിനകത്ത് ഈ 3 ടോപ്പിക്കുകളായിട്ട് കവർ ചെയ്തങ്ങ് പോകുന്നതായിരിക്കും നമ്മുടെ ഇതിനകത്ത് DHIC കോഴ്സിലും PSC എക്സാമിലും. അപ്പൊ ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്ന് അടിസ്ഥാനമാക്കി ആയിരിക്കും നിങ്ങളുടെ PSCയിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചെറിയൊരു ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് ചെറിയൊരു സംശയം വരും, നമ്മൾ പാർക്ക് ടെക്സ്റ്റിലോട്ടൊന്നും ആദ്യത്തെ ക്ലാസ്സിൽ കയറുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് പഠിച്ചു തുടങ്ങേണ്ടുന്നത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഡിസീസുകൾ പഠിക്കാനുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്താണെന്ന് തോന്നുന്നു. NCDയിൽ പിന്നെയും കുറവാണ്. അനാട്ടമിയും എനിക്കൊന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള ക്ലാസ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ ഹെൽത്ത് സർവീസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് 2024 ഏപ്രിൽ 4 നടന്ന പരീക്ഷയായിരുന്നു. ഹെൽത്ത് സർവീസിലേക്കുള്ള പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളുടെ തീം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വേൾഡ് ഹേർട്ട് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എവരി ഇയർ. ഏത് ദിവസമാണ് നമ്മളെ വേൾഡ് ഹേർട്ട് ഡേ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഈ 2 ചോദ്യവും ഇപ്പൊ അങ്ങോട്ട് വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഹെൽത്ത് സർവീസിലേക്കുള്ള
എക്സാമിലെ 2 ചോദ്യമായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എ കോഡിലെ 92-ാമത്തെയും 97-ാമത്തെയും ചോദ്യമായിരുന്നു അത്. ഇനി വേറൊരു കാര്യം ഇവിടെ കാണിക്കാം. നമ്മുടെ അതിനു മുമ്പ് നടന്ന ഹെൽത്ത് സർവീസിലേക്ക് മുമ്പ് നടന്ന ഒരു ചോദ്യം 2021 ഹെൽത്ത് സർവീസിൽ നടന്ന ചോദ്യമാണ്. വേൾഡ് ഹെൽത്ത് ഡേ തീം ഓഫ് വേൾഡ് ഹെൽത്ത് ഡേയുടെ തീമിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഏതാണ്ടേ വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 വർഷങ്ങൾ 2 PSC എക്സാമുകളിലായിട്ട് ചോദിച്ച ഈ 4 ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏകദേശം ഇത് 2 സെയിം പാറ്റേൺ ആണ്. ഈ 2 വർഷങ്ങളിലായിട്ട് ഓരോ ഡേയുടെ തീം ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക ദിവസം, ഹേർട്ട് ഡേയോ ഡയബറ്റീസ് ഡേയോ എന്നൊക്കെ പറഞ്ഞ രീതിയിലും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്ന് പറയുന്ന പാർക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പൊ പിന്നെ എവിടെ നിന്നായിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ വന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർക്കിലാണ് ഏറ്റവും നമ്മുടെ PSCയിലെ 80% ചോദ്യങ്ങളും വരുന്നത് പാർക്കിൽ നിന്നാണ് പറഞ്ഞു. അപ്പം ബാക്കി വരുന്ന 20% ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അനാട്ടമിയിൽ നിന്നും ബാക്കി കുറച്ച് ചോദ്യങ്ങൾ ഇതേ കണക്കുള്ള എക്സ്ട്രാ പുറത്തുനിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും, അത് എവിടുന്ന് നമുക്ക് കിട്ടും? അതിനുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ എടുക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്. അപ്പൊ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഞാൻ പറയുന്ന ഓഡിയബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാർ ഓഡിയബിൾ ആണ്, കാണാനും പറ്റും. ഓക്കെ. അപ്പൊ താണ്ട ഇത് ആ ചോദ്യങ്ങളൊക്കെ വന്നേക്കുന്നതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനുകളാണ്. അധികം എന്നാ DHSC പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് അധികം അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത 4 ചോദ്യങ്ങളായിരുന്നു അതിനകത്ത് കടന്നത്. അപ്പൊ ഇത് ഞാൻ സാധാരണ PSC ഒരു ആസ്പിറന്റ് ആയതുകൂടി അതുകൊണ്ടാണ് എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒക്കെ പാർക്ക് ടെക്സ്റ്റിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മളിൽ ഇപ്പം ഈ പറയുന്ന MCS എക്സാം എഴുതാൻ പോകുന്നത് ഒരു പല ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം പഠിച്ചിറങ്ങിയ ആൾക്കാർ കാണും, ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി പാസ്സായിരിക്കുന്നവർ കാണും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഈ പറയുന്ന നമ്മുടെ കോഴ്സ് പാസ്സായി നിൽക്കുന്നവരും ഈ MCS എക്സാം എയിം ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരെ ഈ ഫുൾ ടച്ച് ഒക്കെ പോയിട്ട് നിൽക്കുന്നവരായിരിക്കും ഇതിനകത്ത് കൂടുതലും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് പാർക്കിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ ടാസ്ക് ആയിരിക്കും. നമ്മളിപ്പോ ഒരു വീട് വെക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ റൂഫ് വർക്ക് ആണോ നമ്മൾ ചെയ്യുന്നത്? ഒരിക്കലും ഒരു വീട് വെക്കുമ്പോൾ ആ റൂഫല്ല വാർക്കുന്നത് അല്ലെ. നമ്മൾ അതിന്റെ ബേസ്മെന്റ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആ വീട് നമ്മൾ അതിന്റെ മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ടാസ്ക് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതുക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പ്രശ്നം നിങ്ങൾ പാർക്കിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ടുകയും അല്ലാത്തവരും കാണും. എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോഴ്സുമായിട്ട് ടച്ച് വിട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഈ പറയുന്ന ബേസ് ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ PSC സാധാ ഗൈഡുകൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ടാലന്റിന്റെയോ അല്ലെങ്കിൽ ലക്ഷ്യയുടെയോ ഗൈഡുകൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളിപ്പോൾ LDCക്കൊക്കെ പഠിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ LGS ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിലെങ്ങാനൊക്കെ ഈ പറയുന്ന ഗൈഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മേടിക്കാം. മേടിച്ച വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ബേസിക് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ MCSൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ആ സെക്ഷൻ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DHICയിൽ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുടെ ബേസ് ആണ് അവിടെ കിടക്കുന്നത്. ആ ബേസിക് കാര്യങ്ങൾ ഒരുവിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് പാർക്കിലേക്ക് നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നല്ലപോലെ കിട്ടും.
അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറാം. അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ എടുത്തൊരു സെക്ഷനാണ് അതാണ്ട് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. നമ്മൾ പറഞ്ഞു നമ്മളെ ഹെഡിങ് കൊടുത്തിട്ടിരുന്ന എന്താണ്, ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നല്ലായിരുന്നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ ആ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണിത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ DHSC പാസ്സായിട്ട് ഇറങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. WHO എങ്ങനെയാണ് ആരോഗ്യത്തെ അല്ലെങ്കിൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മളത് പച്ചവെള്ളം പോലെ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ മലയാളവൽക്കരിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എന്തായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഹെൽത്തിന്റെ ഡെഫിനിഷൻ WHO പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വയ്യ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഹെൽത്തിന്റെ ഡെഫിനിഷൻ WHO പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. അപ്പോൾ ഒരാളെ ആരോഗ്യവാനായിട്ടുള്ള വ്യക്തി എന്ന് വിളിക്കണമെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഡിസീസ് ഉണ്ടാവണമെന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ പോരല്ല. അയാൾക്ക് അയാളുടെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഒരു വെൽബീയിങ് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ അയാളെ നമുക്ക് എന്ന് വിളിക്കാം, ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് വിളിക്കാം. ഒരിക്കലും നമുക്ക് അയാൾ ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതാണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ നമ്മളെ പ്രധാനമായിട്ട് നമ്മുടെ മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മളെ സൂക്ഷ്മജീവികളിൽ നിന്നാണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത്തരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ, ഡിസീസിനെ, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് ബാക്ടീരിയൽ ഡിസീസ് എന്നോ അല്ലെങ്കിൽ ബാക്ടീരിയ രോഗം, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നീ ഈ മൈക്രോ ഓർഗാനിസങ്ങളുടെ ഉണ്ടാക്കുന്ന രോഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ പാർക്ക് ടെക്സ്റ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് 2 സെക്ഷനാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് പറയുന്നത്. ഒന്ന്, ഈ പറയുന്ന ഓരോ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കൂടാതെ ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എപ്പിഡമിയോളജി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, അതിനകത്ത് ഒരുപാട് ടേമുകളൊക്കെ നമ്മൾ കാണാൻ പഠിക്കുന്നുണ്ട് അല്ലെ. എൻഡമിക്, പാൻഡമിക്, സൂണോസിസ് അല്ലെ, എപ്പിസ്യൂട്ടിക് എന്നൊക്കെ പറയുന്ന ടേമുകൾ പഠിക്കാനുണ്ട്. നമ്മുടെ PSC അല്ലെങ്കിൽ നമ്മുടെ DHIC അല്ലെങ്കിൽ ഹെൽത്ത് സർവീസിലോ NCSലോ ഒക്കെ വരുന്ന PSC ക്വസ്റ്റിനകത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ആ പറഞ്ഞ ഈ ടേമുകൾ. നമുക്ക് പെട്ടെന്ന് ആ ടേമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ ആ ടേമുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് എപ്പിഡമിയോളജി എന്ന് പറയുന്ന പാർക്ക് ടെക്സ്റ്റ് ക്ലിയറൻസിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് അടുത്ത ക്ലാസ്സുകളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇതിന്റെ എല്ലാ ഒരു ബേസിക്സ് ജസ്റ്റ് ഒന്ന് ഐഡിയ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഈ പറയുന്ന PDF-നകത്തുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ ആ എപ്പിഡമിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കുറച്ച് ടേമുകൾ നോക്കാം. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ്ടേ ഈ ചോദ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അല്ലെ, ഏതാണ്ട് ഒരു ചോദ്യം ഇതാണ്: വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതിനകത്ത് പറയുന്നുണ്ട്, അതിനകത്തൊരു ടേമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, എപ്പിഡമിക് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വളരെ പെട്ടെന്നുണ്ടാവുന്ന പൊട്ടിപ്പുറപ്പെടുന്ന ചില രോഗങ്ങൾ, നമ്മുടെ കൊറോണ അല്ലേ, കൊറോണ പാൻഡമിക് എന്നാണ് വിളിക്കുന്നത്. എന്നാലും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്ന പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എപ്പിഡമിക്. അപ്പൊ നമ്മുടെ ഇനി വരുന്ന വീക്കിലി എക്സാമിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എപ്പിഡമിക് എന്നാണ് അറിയപ്പെടുന്നത്. എന്ത് രോഗങ്ങളെയാണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക്. അപ്പൊ അതിനകത്ത് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് എപ്പിഡമിക് ഡിസീസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മഞ്ഞപ്പനി കിടപ്പുണ്ട്. മഞ്ഞപ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, യെല്ലോ ഫീവർ എന്ന് വിളിക്കും. വസൂരി വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മാൾ പോക്സിനെയാണ് വസൂരി എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തത് അഞ്ചാം പനി എന്ന് പറയുന്നത് മീസൽസ് ആണ്. അപ്പോ മീസൽസ്. മഞ്ഞപ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ ഫീവർ.
നമ്മുടെ യെല്ലോ ഫീവർ, അഞ്ചാം പനി എന്ന് പറയുന്നത് ഏതാ? മീസൽസ്. വസൂരി എന്ന് പറഞ്ഞ ഏതാ? സ്മാൾ പോക്സ്. ഇപ്പൊ സ്മാൾ പോക്സ്, പോളിയോ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചില രോഗങ്ങൾക്ക് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? എപ്പിഡമിക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പിഡമിക് ആയിട്ടുള്ള ഡിസീസിന് കുറച്ച് എക്സാമ്പിൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? യെല്ലോ ഫീവർ, മീസൽസ്, സ്മാൾ പോക്സ്, പോളിയോ. അപ്പൊ ആ ടേം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ എപ്പിഡമിക് എക്സാമ്പിൾ ഇപ്പം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ ടേം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ് എപ്പിഡമിക് എന്ന്? അപ്പൊ എന്താണ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക് എന്ന്. ഓക്കെ, അതിനുശേഷം മറ്റൊരു ടേമാണ് വരുന്നത് എൻഡമിക് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് എൻഡമിക്. എന്താണ് എൻഡമിക്? വളരെ കാലങ്ങളായിട്ട്, ഇപ്പം പണ്ട് മുതലേ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന, കാലങ്ങളായിട്ട് കണ്ടുവരുന്നതും നിലനിൽക്കുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായും അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും നമുക്ക് ഇതുവരെയും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എൻഡമിക്. അപ്പൊ എപ്പിഡമിക്കും എൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ടേമുകൾ നമുക്ക് തിരിഞ്ഞു പോകുന്നതാണ്. അപ്പൊ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. എന്നാൽ സമൂഹത്തിൽ പണ്ട് മുതലേ ഉള്ളതും ഇപ്പോഴും നിലനിൽക്കുന്നതും എന്നാൽ പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻഡമിക്. ഒരു എൻഡമിക് ആയിട്ടുള്ള ഡിസീസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? മലേറിയ. അപ്പൊ മലേറിയ ഒരു എന്ത് ടൈപ്പ് ഡിസീസ് ആണ്? എൻഡമിക് ഡിസീസ് ആണ്. ഓക്കെ, നമ്മുടെ പാർക്ക് ടെക്സ്റ്റിനകത്തൊന്നും ഇല്ലാത്തൊരു ടേമാണ് അടുത്തത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഇൻ കേസ് കയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അതിനകത്ത് അങ്ങനെ എപ്പിഡമിയോളജിക്കകത്ത് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഒരു 1 മാർക്ക് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. ഓക്കെ, അപ്പൊ ഒരു രോഗം വരുന്നു, ആ രോഗത്തിന്റെ കാരണം, എന്തുകൊണ്ടാണ് ആ രോഗം വന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെയുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ് അല്ലെങ്കിൽ ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്നറിയപ്പെടും. ഇപ്പൊ 3 ടേമുകൾ നമ്മളിപ്പോ ഇതുവരെ പഠിച്ചു. ഏതൊക്കെയാണ്? എപ്പിഡമിക്, എൻഡമിക്, ക്രിപ്റ്റോജനിക് രോഗങ്ങൾ അല്ലെങ്കിൽ ക്രിപ്റ്റോജനിക് ഡിസീസസ്. എന്നാൽ എപ്പിഡമിക്കിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു ടേം നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഏതാണ്? പാൻഡമിക് എന്ന് പറയുന്ന ടേം. അല്ലെ, നമ്മൾ ഇപ്പൊ ഈയിടെയായിട്ട് അല്ലെങ്കിൽ ആ കോവിഡ് ടൈമിൽ നല്ലപോലെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ സുപരിചിതമായത് കൊണ്ട് നമുക്ക് ഇപ്പൊ അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പാൻഡമിക് എന്ന് പറയുന്ന ടേം എന്താണ്? ഇപ്പൊ എപ്പിഡമിക്കിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് പാൻഡമിക് എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക്, അപ്പൊ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിൽ നിന്നും മറ്റു കോണ്ടിനെന്റ്സുകളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് പാൻഡമിക് ഡിസീസസ്. ഓക്കെ, അപ്പൊ അത് ആ എപ്പിഡമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം, ഡിസീസിന്റെ വ്യത്യാസം മലയാളത്തിൽ ഈ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമാണെങ്കിൽ അതിനെ നമുക്കിപ്പോൾ എന്ത് പറയാം? നമ്മളൊരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് കണ്ടാലും ആ ഒരു വേർഡ് ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യുക. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമാണെങ്കിൽ അതിനെ എപ്പിഡമിക് എന്നും വിളിക്കും. എന്നാൽ അങ്ങനെ പടർന്നു പിടിക്കുകയും കൂടാതെ ആ രോഗം രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സിൽ നിന്നും മറ്റു കോണ്ടിനെന്റ്സിലേക്കോ പോയി കഴിഞ്ഞാൽ അത്തരം ഡിസീസിനെ വിളിക്കുന്ന, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് പാൻഡമിക് എന്നറിയപ്പെടുന്നത്. പാൻഡമിക് ആയിട്ടുള്ള ഡിസീസിന് നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഏതാണ്? നമ്മുടെ COVID-19 ഒരു പാൻഡമിക് ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് നമ്മളെ എപ്പിഡമിയോളജിക്കകത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോസോകോമിയൽ അല്ലെങ്കിൽ നാസോകോമിയൽ ഡിസീസ് എന്താണെന്ന്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അത് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് നാസോകോമിയൽ ഡിസീസ് അല്ലെങ്കിൽ നാസോകോമിയൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിനായിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആ ആശുപത്രിയിലെ രോഗികളിൽ നിന്നും നമുക്ക് കിട്ടാൻ പറ്റുന്ന ചാൻസ് ഉള്ള ചില രോഗങ്ങൾ നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ നമ്മളങ്ങനെ ഒരു രോഗവും ഇല്ലാതെ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് പിടിക്കുന്നു? രോഗം എന്തെങ്കിലും അവിടുന്ന് കിട്ടാൻ പറ്റുന്ന രോഗങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ഡിസീസ്? നാസോകോമിയൽ ഡിസീസ്. ഓക്കെ, അപ്പൊ ആ ടേമിനകത്ത് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഹോസ്പിറ്റൽ അക്വേർഡ് ഡിസീസ് ഈസ് നോൺ ആസ് എന്താണ്? നാസോകോമിയൽ ഡിസീസ്. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ നിന്നും കിട്ടാൻ പറ്റുന്ന
ഡിസീസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നാസോകോമിയൽ രോഗങ്ങൾ അഥവാ നാസോകോമിയൽ ഡിസീസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ ഈ ടച്ച് വിട്ടിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒരു 5 ടേമുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞ ടേമുകളാണ്. എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? എപ്പിഡമിക് എന്ന് പറഞ്ഞു. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എപ്പിഡമിക്. രണ്ടാമത് പറഞ്ഞ ടേം ഏതാണ്? എൻഡമിക് എന്ന് പറഞ്ഞു. എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പണ്ട് മുതലേ നിലനിൽക്കുന്നതും പണ്ട് മുതലേ ഉള്ള രോഗങ്ങളും ഇപ്പോഴും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതും എന്നാൽ അതിനെ നമുക്ക് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എൻഡമിക് എന്ന് പറയുന്നത്. ഇപ്പൊ എപ്പിഡമിയോളജിയുടെ ക്ലാസ്സുകൾ ഇതിന്റെ സ്ലൈഡുകൾ പാർക്ക് ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ 2 ടേമായി എപ്പിഡമിക്, എൻഡമിക്. പാൻഡമിക് എന്തായിരുന്നു? പാൻഡമിക് എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റ്സ് തോറും എന്ത് ചെയ്യും? പടർന്നു പിടിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് പാൻഡമിക്. എന്നാൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് നാസോകോമിയൽ ഡിസീസ്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഒന്ന് നമ്മുടെ ഫാക്കൽറ്റീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാറ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വോയിസ് അയക്കണേ. അത്രയും ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ആ ടേംസുകൾ 5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടേമാണ് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സൂണോസിസ്. എന്താണ് സൂണോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൂണോസിസിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സൂണോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു ജീവി, ഒരു മൃഗം, ഒരു 4 കാലുള്ള ജീവി ആ മൃഗങ്ങളിൽ നിന്നും നമ്മുടെ മനുഷ്യനിലേക്ക് പകരുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൂണോസിസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അവർ ഇവിടെ പറയുന്നുണ്ട് എലിപ്പനി. എലിപ്പനി എന്ന് പറയുന്നത് ഏത് ജീവിയിൽ നിന്നാണ്? എലിയിൽ നിന്ന് പകരുന്ന ജീവിയാണ്, രോഗമാണ് അല്ലെ. അപ്പൊ എലി എന്ന് പറയുന്ന മൃഗങ്ങളിൽ നിന്ന് നമ്മുടെ മനുഷ്യനിലേക്ക് വരുന്നത് കൊണ്ട് ആ എലിപ്പനി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് അസുഖത്തിന് ഉദാഹരണമാണ്? സൂണോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ മറ്റ് സൂണോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ആണ് പ്ലേഗ്, വെസ്റ്റ് നൈൽ ഫീവർ അഥവാ വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായോ? ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഈ എലിപ്പനിയും പ്ലേഗും ഒന്നാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പാർക്കിന്റെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിച്ച് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും രണ്ടാണെന്ന്. എലിപ്പനിയും പ്ലേഗും. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ എലിപ്പനി, പ്ലേഗ്, വെസ്റ്റ് നൈൽ ഡിസീസ് ഇതെല്ലാം എന്ത് തരം അസുഖങ്ങളാണ് മക്കളെ? എന്ന് പറയാമോ? സൂണോട്ടിക് ഡിസീസ് ആണ് അല്ലെ, സൂണോസിസ് ആണ്. എന്നാ ഈ 2 ടേമിൽ തിരിച്ചു. അപ്പൊ സൂണോസിസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത കൺഫ്യൂഷൻ വരാൻ പറ്റുന്ന ഒരു ടേമാണ് അതിനോട് തൊട്ട് താഴെ കിടക്കുന്ന എപ്പിസൂട്ടിക്. എന്താണ് എപ്പിസൂട്ടിക്കും സൂണോസിസും തമ്മിലുള്ള വ്യത്യാസം? എപ്പിസൂട്ടിക്ക് വരുന്ന സമയത്ത് അവിടെ മനുഷ്യനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മൃഗങ്ങളിൽ നിന്നും മറ്റു മൃഗങ്ങളിലേക്ക് പകരുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ഏത് ടൈപ്പ് ഡിസീസ്? എപ്പിസ്യൂട്ടിക്. ഇതെല്ലാം വളരെ കൺഫ്യൂസിംഗ് ആണ്. നമ്മളിതിപ്പോ ഇങ്ങനെ വായിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ട് വിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എക്സാം ടൈമിൽ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ തമ്മിൽ അങ്ങ് കൺഫ്യൂഷൻ ആവും. സൂണോസിസ് ആണോ മൃഗങ്ങളിലോട്ട് പകരുന്നത്, അല്ലെ എപ്പിസ്യൂട്ടിക് ആണോ? അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാതെ, കൺഫ്യൂഷൻ ഇങ്ങനെ വരാതെ നിങ്ങൾ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് പഠിച്ചു പോയിട്ട് അവിടെ ചെന്ന് ഫുള്ള് കൺഫ്യൂഷൻ ആവുന്നതിനേക്കാളും നല്ലത് വളരെ കുറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ അത് തിരിഞ്ഞു പോവാതെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂഷൻ വരാതിരുന്ന് ആ രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്കൊന്നും ആരും ഇങ്ങനെ ഈ പറയുന്ന ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവരോ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്കോ ഒക്കെ മേടിക്കുന്നവർ പോലും ഈ പറയുന്ന പാർക്ക് ടെക്സ്റ്റ് ഫുള്ളും പഠിച്ചിട്ടൊന്നും അല്ല പോകുന്നത്. എനിക്കും ഈ പറയുന്ന കഴിഞ്ഞ എക്സാമിന് പോകുന്ന സമയത്ത് ഞാനൊരു 60% ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരു 70% ടോപ്പിക്കുകൾ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന രീതിയിൽ കവർ ചെയ്യാൻ സാധിച്ചത്. എന്നാൽ പോലും അത്യാവശ്യം മാർക്ക് ലഭിച്ചെന്ന് വിചാരിക്കുന്നു. എന്നാലും ആ രീതിയിലും ജസ്റ്റ് ഒന്ന് നോക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ തിരിഞ്ഞു പോരുത്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ
തിരിഞ്ഞു പോകാൻ പറ്റിയ രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് ഡിഫറൻസ് ആയിട്ടുള്ള ടേമുകളാണ് സൂണോസിസും എപ്പിസ്യൂട്ടിക്കും. ഇപ്പൊ സൂണോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൂണോസിസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ എപ്പിസ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്ക് പകരുകയാണെങ്കിൽ ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ഡൗട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തു തുടങ്ങിയ, നമ്മുടെ ഡോക്ടറൊക്കെ എടുത്തു തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ, അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ NCD എന്ന് വിളിക്കാം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉദാഹരണമാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, കാർഡിയോവാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ ഹൃദയ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ. ഇവയെല്ലാം തന്നെ എന്ത് ടൈപ്പ് ഡിസീസ് ആണ്? ജീവിതശൈലി രോഗങ്ങളാണ്, അല്ലെങ്കിൽ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നോ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നോ നമുക്ക് വിളിക്കാൻ പറ്റും. അതാ ഇവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അതിനകത്ത് ആൻസർ തന്നിട്ടുണ്ട്. എന്നാൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ രീതിയിൽ നമ്മുടെ MCSനും ഇതിനൊക്കെ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം. തന്നിരിക്കുന്ന താഴെ കുറച്ച് അസുഖങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ സൂണോട്ടിക് ഡിസീസ് ഏതാണ്? സൂണോസിസ് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ പറ്റുന്ന ഡിസീസ് ഏതാണ്? 4 ഓപ്ഷനുകളും താഴെ കണക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വില്ലൻ ചുമ അഥവാ പെർട്ടൂസിസ് എന്നറിയപ്പെടും. അടുത്തത് പോളിയോ, എലിപ്പനി, മലമ്പനി അഥവാ മലേറിയ. ഇത് മൃഗങ്ങൾ പരത്തുന്ന അല്ലെങ്കിൽ മൃഗങ്ങളിൽ കാണപ്പെടുന്ന ഡിസീസ് ഏതാണ്? ഇതില് വില്ലൻ ചുമ അല്ലെങ്കിൽ പോളിയോ എന്നൊക്കെ പറയുന്നത് വൈറലും ബാക്ടീരിയൽ രോഗങ്ങളാണ്. മലേറിയ എന്ന് പറയുന്നത് ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ ആണ്. എന്നാൽ എലിപ്പനി എന്ന് പറയുന്നത് എലിയിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണ് അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ സൂണോട്ടിക് ആയിട്ടുള്ള ഡിസീസ് ഏതാണ്? എലിപ്പനിയാണ് അല്ലെ. ഇനി ഇതിനകത്തുനിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ്ടേ, നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പകരുന്ന രോഗങ്ങളെയാണ്. എന്നാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നതിന് എന്താണ്? പകരാത്ത രോഗങ്ങൾ അല്ലെ. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് പകരില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചാണ്, നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ വന്ന അത്തരം രോഗങ്ങൾക്ക് ആദ്യമേ വന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് വരുന്നത് ജീവിതശൈലി രോഗങ്ങൾ. ഇത് ഒരെണ്ണം മാത്രമായിരിക്കും നമ്മൾ പകരാത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അല്ലേ. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, കാർഡിയോവാസ്കുലാർ ഡിസീസ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് പകരാത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പം വരുന്നത്. എന്നാൽ പാർക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന NCD-യോടൊപ്പം തന്നെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. എന്നാൽ ഇതേ കണക്ക് പകരാത്ത വേറെയും ടോപ്പിക്കുകൾ നമുക്ക് പാർക്കിൽ പഠിക്കാനുണ്ടോ? അതിനകത്തുള്ളത് ഒന്നാണ് ജനിതക രോഗങ്ങൾ അഥവാ ജെനറ്റിക് ഡിസീസ്. കുറച്ച് ജെനറ്റിക് ഡിസീസ്, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, നമ്മളെ ഡോക്ടർ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് MCSനകത്ത് ടോപ്പിക്കിനകത്ത് കവർ ചെയ്യാൻ, പാർക്കിനകത്ത് കവർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ജനിതക രോഗങ്ങൾ, അല്ലെങ്കിൽ വളരെ ചെറിയൊരു സെക്ഷൻ ആണെന്ന് എന്നാലും ജെനറ്റിക് ആയിട്ടുള്ള ഡിസീസ്. അവിടെയാണ് നമ്മൾ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. അതിൽ നിന്നും ചോദ്യങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ വരാറുണ്ട്. പിന്നെ ന്യൂട്രീഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ്. ഒരാൾ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആ രോഗം, അയാൾക്കുണ്ടാകുന്ന രോഗം ഒരിക്കലും മറ്റൊരാൾക്ക് വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പകരാത്ത രോഗങ്ങളാണ് അല്ലെ. അതോടൊപ്പം തന്നെ തൊഴിൽജന്യ രോഗങ്ങൾ, ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയും, അതും പാർക്കിൽ നമുക്ക് പഠിക്കാൻ കിടപ്പുണ്ട്. സിലിക്കോസിസ്,
ആസ്ബെറ്റോസിസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ചെറിയൊരു പോർഷൻ ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കബിൾ പഠിക്കുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നാണ്. ആ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്നതിന് മുമ്പ് ആയിട്ടൊരു ഏകദേശം ഒരു ഐഡിയ, പാർക്കിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ഏകദേശം ഐഡിയ തരികയാണ് ഇവിടുത്തെ ഇന്നത്തെ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമേ നിങ്ങൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ, പാർക്ക് ടെക്സ്റ്റ് നോക്കുന്നതാണെങ്കിൽ, ഈ പറയുന്ന നമ്മളിപ്പം പറഞ്ഞ പോലെയുള്ള എപ്പിഡമിയോളജി എന്ന് പറയുന്ന സെക്ഷനിലെ ആ എൻഡമിക്, പാൻഡമിക് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ എങ്ങോട്ട് കടക്കാൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഈ പറയുന്ന രോഗങ്ങളിലേക്ക്, മലേറിയ, ഫൈലേരിയ, അത്തരം രോഗങ്ങൾ ഓരോന്നും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങേണ്ടുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് നോക്കിയാലും ഇതേ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇച്ചിരി കഴിയുമ്പോൾ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് 27th എഡിഷനിൽ പാർക്കിൽ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കിടക്കുന്നതെന്ന്. വെരി ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ ഷെയർ കട്ടായോ? സാർ സ്ക്രീൻ ഷെയർ ഓഫ് ആയിട്ടുണ്ടേ. ഒരു മിനിറ്റ്. ക്ലിയർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ. നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പാർക്കിനകത്ത് പഠിക്കാനുണ്ട്. അത്ര കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാ സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം സെക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, എയർബോൺ ഇൻഫെക്ഷൻ. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന രോഗങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. എയർബോൺ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത് ക്ഷയം അഥവാ TB, വസൂരി അഥവാ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, അഞ്ചാം പനി അഥവാ മീസൽസ് എന്നറിയപ്പെടും, ആന്ത്രാക്സ്, സാർസ്, ഇൻഫ്ലുവൻസ, നമ്മുടെ സാധാ ജലദോഷം, മുണ്ടിനീര് അഥവാ മംസ്, ദിഫ്തീരിയ, വില്ലൻ ചുമ എന്ന് പറയുന്നത് പെർട്ടൂസിസ് എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ, നമ്മുടെ പാർക്ക് ടെക്സ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ ഈ രോഗങ്ങളെല്ലാം തന്നെ എങ്ങനെ പകരുന്നതാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ. അപ്പൊ അത്രയും രോഗങ്ങളെ നമ്മൾ എന്ത് ടൈപ്പ് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കും? എയർബോൺ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർക്കിൽ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു എയർബോൺ ഇൻഫെക്ഷൻ പഠിക്കുക, അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ടൈപ്പ് ഒരെണ്ണം പഠിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഓരോന്ന് ഇതം വെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ ആ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കോളറ, ടൈഫോയിഡ്, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസിനകത്ത് വരുന്ന എയും ഇയും, ഹെപ്പറ്റൈറ്റിസ് എയും ഇയും എങ്ങനെ പകരുന്നതാണ്? ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. കൂടാതെ പോളിയോമൈലൈറ്റിസ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ആ പോളിയോ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ്? പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത് വാട്ടർ ബോൺ ആണ്. പിന്നെ കൊളറ അല്ലെങ്കിൽ വയറുകടി അല്ലെങ്കിൽ ഡയേറിയൽ ഡിസീസ് ഒക്കെ എന്താണ്? ഈ പറയുന്ന ജലത്തിലൂടെ പകരുന്ന ടൈപ്പാണ്. അപ്പൊ എയർബോൺ ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ എങ്ങനെയുണ്ട്? ജലത്തിലൂടെ അല്ലെങ്കിൽ വാട്ടറിലൂടെ പകരുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ അതിനുശേഷം കോണ്ടാക്ട്, സർഫസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ പാർക്കിൽ കിടക്കുന്നത്. സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്നത്, പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളിൽ കിടക്കുന്നതാണ്. പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മുടെ ലെപ്രസി, കുഷ്ഠം, എബോള, ചെങ്കണ്ണ്. ഇതൊക്കെ എന്താണ്? ഒരു പേഴ്സൺ ടു പേഴ്സൺ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് കുഷ്ഠം, എബോള, ചെങ്കണ്ണൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. STD എന്ന് വിളിക്കും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ STD. അപ്പൊ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനുള്ളതാണ് പാർക്കിനകത്ത്. ഗോണേറിയ, സിഫിലിസ്, എയ്ഡ്സ്, എയ്ഡ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്
പാർക്കിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് ഒക്കെ എന്താണ്, STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു പേര് വിളിച്ചായിരുന്നു. അങ്ങനെ മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സൂണോട്ടിക് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ? സൂണോസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സൂണോട്ടിക് ഡിസീസിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അത്തരം മൃഗങ്ങളിൽ നിന്ന് പകരുന്ന പ്രധാനപ്പെട്ട ചില രോഗങ്ങളാണ് പന്നിപ്പനി, അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ എന്നറിയപ്പെടും. പിന്നെ പക്ഷിപ്പനി, ഈ പറയുന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. നിപ്പ, എബോള, മാൾട്ട അല്ലെങ്കിൽ കോങ്കോ എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇതിനകത്ത് എല്ലാം ഒന്നും നമുക്ക് പാർക്കിനകത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ അവിടെ പാർക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കും. അത് കണക്ക് രണ്ടൊന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഈ പറയുന്ന ടിൻഡ് ഫുഡൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഏതാണ്? ബോട്ടുലിസം ആണ്. എന്നാൽ മുറിവിലൂടെ പകരുന്ന രോഗം അറിയപ്പെടുന്നത് ഏതാണ്? നമുക്കൊരു മുറിവ് ഉണ്ടാകുന്ന നമ്മൾ TT എടുക്കാന്ന് പറയത്തില്ല. അപ്പൊ ടെറ്റ്നസ് മുറിവിലൂടെ ഉണ്ടാകുന്ന രോഗമാണ്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ ഞാൻ ആ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ട, നമ്മുടെ പാർക്കിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, മുട്ടൻ പാർക്ക് ടെക്സ്റ്റിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എപ്പിഡമിയോളജി ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ അതിനകത്ത് ആ PSC ആ ഒരു ഗൈഡിൽ കിടന്നതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നും, ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻ എന്നും, ആർത്രോപോഡ് ബോൺ അല്ലെങ്കിൽ ഈ പറയുന്ന കൊതുകുകളോ അല്ലെങ്കിൽ മറ്റ് ആർത്രോപോഡ് ഉണ്ടാക്കുന്ന ഡിസീസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൂണോസിസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അതിനകത്ത് കിടക്കുന്ന എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസും നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനകത്ത് നമ്മൾ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സ്, മീസൽസ്, റൂബല്ല, ഇവിടെ നിന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവുന്ന സെക്ഷനാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷനകത്ത് എക്സാമ്പിൾ ആണ് പോളിയോമൈലൈറ്റിസ്, ഈ പറയുന്ന ഫുഡ് പോയിസണിങ്, അമീബിയാസിസ്, അങ്ങനെ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കൊതുകുകൾ പരത്തുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഇൻസെക്ട് ബോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഡെങ്കു, സിക്ക, മലേറിയ, ലിംഫാറ്റിക് ഫൈലേരിയാസിസ് ഒക്കെ ഈ പറയുന്ന രീതിയിൽ ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൂണോസിസ്, മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളായിട്ടുള്ള സൂണോസിസ് ആയിട്ടുള്ളത് റാബീസ്, യെല്ലോ ഫീവർ, നിപ്പ, KFD, JE, ചിക്കൻ ഗുനിയ, ഇങ്ങനെയുള്ള ഒരു വലിയൊരു റേഞ്ചിൽ നമുക്ക് സൂണോസിസ് ആയിട്ടുള്ള ഡിസീസും പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുണ്ട് സർഫസ് ഇൻഫെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോണ്ടാക്റ്റിലൂടെ ഉണ്ടാകുന്നത് ട്രാക്കോമ, ടെറ്റ്നസ്, ലെപ്രസി, STD, എയ്ഡ്സ്, ഇതൊക്കെ എന്താണ് നമ്മുടെ സർഫസ് ഇൻഫെക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഇനി നമ്മളെ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞു കോഡുകൾ നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ആ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഡയബറ്റീസിനെ പോലെയൊക്കെ നമുക്ക് MCS എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് വേൾഡ് ട്യൂബർകുലോസിസ് ഡേ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്ന സമയത്ത് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന TB എന്ന് പറയുന്ന ഡിസീസ് നമ്മൾ പഠിക്കും. അപ്പൊ അതിനകത്ത് വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ഏതാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മാർച്ച് 24 ഓക്കെ, മാർച്ച് 24 എന്ന് പറയുന്നത്
നമ്മുടെ ട്യൂബർക്ലോസിസ് ഡേ ആണ്. അപ്പോൾ ആ ട്യൂബർക്ലോസിസ് ഡേ എന്ന് പറയുന്നത് ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾ ഒരു കോഡ് ഞാനൊന്ന് പഠിപ്പിക്കാം. അപ്പോൾ മാർച്ച് 24 ട്യൂബർക്ലോസിസ് ഡേ ആണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ നമ്മുടെ PSC പഠിക്കുന്നവർക്ക് വളരെ ഒരു സീരീസ് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചു വെക്കുന്ന കുറച്ച് ദിനങ്ങളാണ്. അപ്പം നമ്മളെ എക്സാമിനും അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ദിനം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം എഴുതാൻ പറ്റും. അപ്പോൾ ആ ഡേയ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. മാർച്ച് 21 മുതൽ മാർച്ച് 24 വരെ ഉള്ള ദിവസങ്ങൾ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. അപ്പോൾ മാർച്ച് 21 പറയുന്നത് വനദിനം അഥവാ ഫോറസ്റ്റ് ഡേ ആണ്. മാർച്ച് 21, 22, 23, 24. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ദിനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 21 മുതൽ 24. അതിൽ 24 നമ്മുടെ TB എന്ന് പറയുന്നത്, അല്ലെ, TB ഡേ അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് ഡേ എന്ന് പറയുന്നത്. എന്നാൽ 21 എന്ന് പറയുന്നത് വനദിനമാണ്. 22 എന്ന് പറയുന്നത് ജലദിനം, ഇന്റർനാഷണൽ അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ. ജലദിനം എന്ന് പറയുന്നത് 22 മാർച്ച്. 23 എന്ന് പറയുന്നത് മീറ്റിയോറോളജിക്കൽ ഡേ അല്ലെങ്കിൽ കാലാവസ്ഥാ ദിനം. ഈ 3 ദിനങ്ങളും കഴിഞ്ഞിട്ട് 24 തീയതിയാണ് എന്ത് വരുന്നത്, ട്യൂബർക്ലോസിസ് ഡേ വരുന്നത്. അപ്പൊ ഇത് ഇത്രയും ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ സാനിറ്റേഷനകത്ത് വാട്ടർ ഡേ വേണമെങ്കിൽ കയറി ചോദിക്കാം. സാനിറ്റേഷൻ പഠിക്കുന്ന സമയത്ത് വാട്ടർ ഡേ കയറി ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന കാലാവസ്ഥാ ദിനമൊക്കെ നമുക്ക് കയറി ചോദിക്കാൻ പറ്റുന്നതാണ്. മീറ്റിയോളജിക്കൽ ഡേ ഒക്കെ നമുക്ക് മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് കയറി വരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വേൾഡ് മീറ്റിയോളജിക്കൽ ഡേ ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ TB ദിനം ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ദിവസങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24. അപ്പൊ 21, 22, 23, 24. അപ്പൊ ഇത് പഠിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാ ഈ ഒരു സ്ത്രീയെ, ഈ ലേഡിയെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഈ ലേഡിയുടെ പേരെന്ന് പറയുന്നത് വനജ എന്ന് വിളിക്കുക. അപ്പൊ ഈ ലേഡി ആരാണ്? വനജ. അപ്പൊ ആ വനജ നിങ്ങൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ കാല് പിടിച്ചിട്ടാണ്, കാലിൽ എന്തോ പറ്റിയിട്ടുണ്ട് വനജയ്ക്ക്, അല്ലെ? അപ്പൊ വനജയുടെ കാലിൽ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ലേഡി എന്താണെന്ന് പറഞ്ഞ, ലേഡിയുടെ പേരെന്താണ്? വനജ. വനജയുടെ കാലിൽ എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇത് ഇത്രയും ദിവസങ്ങൾ പഠിച്ചു വെക്കാനുള്ള കോഡ് ഇതാണ്. വനജയുടെ കാലില് ക്ഷയം. ഇതാണ് കോഡ്. അപ്പൊ ഈ ഇത്രയും ദിവസങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റിയ ഒരു കോഡാണ് വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ. അപ്പൊ എന്താണ് ആ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക. വനജയുടെ വന എന്ന് പറഞ്ഞാൽ എന്താണ്? മാർച്ച് 21 വനദിനമാണ്. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് PSC പഠിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കോഡാണെന്ന് തോന്നുന്നു. അപ്പം വനജയുടെ വന എന്ന് പറയുന്നത് വനദിനത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേ ഏതാണ്? മാർച്ച് 21 വനദിനമാണ്. വനജയുടെ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജലദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടർ ഡേ ആണ്. ഇനി വനജയുടെ കാലെന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ. കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത് എന്താണ്? മീറ്ററോളജിക്കൽ ഡേ ആണ്. അപ്പോൾ വനജയുടെ എന്ന് പറയുമ്പോൾ വനദിനം, എന്ന് പറയുന്നത് ജലദിനം, എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനം അഥവാ മീറ്ററോളജിക്കൽ ഡേ, ക്ഷയം എന്ന് പറയുന്നത് എന്താണ്? ക്ഷയദിനം എന്നാണ്? മാർച്ച് 24. അപ്പൊ ഈ 4 ദിവസവും നമുക്ക് ഒരുമിച്ചങ്ങ് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഡ് ഇതാണ്. ട്യൂബർക്ലോസിസ് ഡേ പഠിക്കാനുള്ള അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നുള്ള ദിനങ്ങൾ പഠിക്കാനുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കോഡാണ് വനജയുടെ കാലിൽ ക്ഷയം. അപ്പൊ വനജയുടെ കാല് നോക്കുക. വനജയുടെ കാലിൽ എന്താ ഉള്ളത്? ക്ഷയമാണുള്ളത്, അല്ലെ? അപ്പം അങ്ങനെയാണെങ്കിൽ വനദിനം എന്നാണ്? മാർച്ച് 21. ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22. കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ മീറ്ററോളജിക്കൽ ഡേ എന്ന് പറയുന്നത് എന്നാണ്? 23, മാർച്ച് 23. വെരി ലാസ്റ്റ് 24 വരുന്നതാണ് ക്ഷയദിനം. അപ്പൊ കോഡ് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കോഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ കോഡ് ഏതാണെന്നൊന്ന് പറയാവോ? ഈ 4 ദിവസങ്ങളും പഠിക്കാനുള്ള. ഓക്കെ. അപ്പൊ കോഡ് ഇതാണ്. മറന്നുപോലെ വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുമ്പോൾ മാർച്ച് 21, മാർച്ച് 22, 23, 24. 4 ദിവസങ്ങൾ പ്രത്യേകിച്ച് കിട്ടുമല്ലോ, സംശയമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു കോഡും കൂടെ, ജസ്റ്റ് ഒരെണ്ണത്തിന്റെ ഒരു കോഡ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്തുള്ളതൊന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ആഡ് ചെയ്തതാണ്. നമ്മുടെ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം വെച്ച് നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്.
ചോദ്യം ഇതാണ്. നമുക്ക് കുറച്ച് ന്യൂട്രീഷൻ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രോട്ടീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു സംഭവമാണ് എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. ഓക്കെ, അപ്പൊ അതിനകത്ത് ആകെ നമുക്ക് പഠിക്കാനുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡുകളുണ്ട്. ആ 9 എസെൻഷ്യൽ അമിനോ ആസിഡുകളിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിനകത്ത് വരുന്ന ചോദ്യം ആ ജസ്റ്റ് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു കോഡ് പറഞ്ഞു തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ആ പേരുകൾ, ജസ്റ്റ് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്യുക. കാണാതെ പഠിക്കാൻ നിൽക്കണ്ട. അതിലിപ്പം 2 ടൈപ്പ് ആൾക്കാർ കാണും. ഈ 9 എണ്ണവും കാണാതെ പഠിച്ചിട്ട് പോകുന്നവർ കാണും. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇത് കാണാതെ പഠിക്കാതെ തന്നെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അതൊന്ന് പറയാണ്. ജസ്റ്റ് പേര് ഫെമിലറൈസ് ചെയ്യുക. പേര് മാത്രം ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഒന്നാമത്തെ അമിനോ ആസിഡ് ഏതാണ്? എസെൻഷ്യൽ ആയിട്ടുള്ളത് ലൂസിൻ ആണ്. രണ്ടാമത്തത് ഐസോലൂസിൻ. 3 ലൈസിൻ. അപ്പൊ ആകെ 9 അമിനോ ആസിഡ് ആണ് എസെൻഷ്യൽ ആയിട്ടുള്ളത് അല്ലെ. അതില് ഞാൻ ആ 9 എണ്ണത്തിന് 3 വീതമുള്ള 3 സെറ്റായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ സെറ്റാണ് ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. 3 എണ്ണം. ഓക്കെ, അപ്പൊ പേരുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. എല്ലിൽ തുടങ്ങുന്നതാണ് അല്ലെ. ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. ഇനി 4, 5, 6 ഒന്ന് നോക്കുക പേരുകൾ. മെത്തിയോണിൻ, ത്രയോണിൻ, ഫിനൈൽ അലാനിൻ. അപ്പൊ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞ മക്കളെ ഏതൊക്കെയാണ്? മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ. അപ്പൊ ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ ഫെമിലർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യേണ്ടുന്ന ഇതാണ് മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ. അടുത്ത ഏത് സെറ്റാണ്? അടുത്ത ലാസ്റ്റത്തെ 3 സെറ്റ് ഏതൊക്കെയാണ്? ട്രിപ്റ്റോഫാൻ, വലൈൻ, ഹിസ്റ്റഡിൻ. അപ്പൊ മൂന്നാമത്തെ സെറ്റ് ഒന്ന് പറയൂ. ഏതൊക്കെയാണ്? ട്രിപ്റ്റോഫാൻ ഉണ്ട്, വലൈൻ ഉണ്ട്, ഹിസ്റ്റഡിൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? ട്രിപ്റ്റോഫാൻ, വലൈൻ, ഹിസ്റ്റഡിൻ. അപ്പൊ ഈ സെറ്റുകൾ 3 വിധമുള്ള സെറ്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. പിന്നെ ഏതൊക്കെയാണ്? മെത്തിയോണിൻ, ത്രയോണിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ, ഹിസ്റ്റഡിൻ. അപ്പൊ 9 പേര് ജസ്റ്റ് ഒന്ന് കാണാൻ പഠിക്കാനല്ല പറഞ്ഞത്, ഫെമിലറൈസ് ആക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് എങ്ങനെ പഠിച്ചു വെക്കാം? ജസ്റ്റ് നിങ്ങൾ ആ പേരിന്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് വെച്ചിട്ട് ഒരു കോഡ് നമുക്ക് ഉണ്ടാക്കാം. പേര് നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കോഡ്. ഇതാണ് 9 എസെൻഷ്യൽ അമിനോ ആസിഡും പഠിക്കാനുള്ള ഒരു കോഡ്. ഇതാണ് പേര് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഫെമിലറൈസ് ആക്കാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ ഏതാണ്? ലൂസിൻ. അപ്പൊ ലൂസിന്റെ നമ്മൾ ആ എല്ലാം എടുത്തു. ലൂസിന്റെ എല്ലാം എടുത്തു. ഐസോലൂസിൻ്റെത് ഐ എടുത്തു. ലൈസിൻ്റെത് LY എടുത്തു. അപ്പൊ ആ 3 സെറ്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഒരു പേരുണ്ട്, ലില്ലി. LILY. LILY എന്ന് പറഞ്ഞാൽ എന്തുവാ? ലൂസിൻ. എൽ എന്ന് പറയുന്നത് ലൂസിൻ, ഐ എന്ന് പറയുന്നത് ഐസോലൂസിൻ, LY എന്ന് പറയുന്നത് എന്താണ്? ലൈസിൻ. അപ്പൊ കോഡ് ഇത്ര ഇതാണെന്ന് കാണാൻ പഠിക്കാനുള്ള ഒരു കോഡ് ഇതാണ്. ഈ കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 9 അമിനോ ആസിഡ് നമുക്ക് ഒരുമിച്ചും കിട്ടും. കോഡ് ഇതാണ്. ലില്ലിക്ക് MTP ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പൊ ലില്ലി എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ആ ലേഡി മാരേജ് കഴിഞ്ഞു പെട്ടെന്ന്. പക്ഷേ നമ്മുടെ ഫാമിലി പ്ലാനിങ് ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ആക്സിഡന്റൽ ആയിട്ട് ലില്ലിക്ക് എന്ത് സംഭവിച്ചു? പ്രഗ്നൻസി സംഭവിച്ചു. അപ്പൊ പ്രഗ്നൻസി സംഭവിക്കുമ്പോഴത്തേനും അത് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് MTP. എവിടെ വെച്ചിട്ടാ ലില്ലി പോയി ചെയ്യുന്ന ഈ MTP? ട്രിവാൻഡ്രത്ത് വെച്ച്. TVH എന്ന് പറഞ്ഞ എന്താ? ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പേരുകളൊന്ന് പറയാവോ? LILY എന്ന് പറഞ്ഞാൽ 3 പേരാണ്. ആരൊക്കെയാ? ലില്ലി എന്ന് പറഞ്ഞാൽ ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. ലില്ലിക്ക് എവിടെ വെച്ചാ എന്താ നടക്കുന്നത്? MTP അല്ലേ? MTP എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറയുന്നത് മെത്തിയോണിൻ, T എന്ന് പറയുന്നത് ത്രിയോണിൻ, P എന്ന് പറയുന്നത് ഫിനൈൽ അലാനിൻ. ഈ ട്രിവാൻഡ്രത്ത് വെച്ച് എന്ന് പറയുമ്പോൾ എന്താ? TVH. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ, V എന്ന് പറയുന്നത് വലൈൻ, ട്രിവാൻഡ്രത്ത് വെച്ച് H എന്ന് പറയുന്നത് എന്തോ? ഹിസ്റ്റഡിൻ. അപ്പൊ ആ കോഡ് വെച്ച് കഴിഞ്ഞാൽ ആ 9 ഇതും കിട്ടും. അപ്പൊ ആ ലില്ലിക്ക് MTP ട്രിവാൻഡ്രത്ത് വെച്ച് എന്ന് പറയുന്ന കോഡ് ഒന്ന് പറഞ്ഞു നോക്കേ. ലില്ലി എന്ന് പറയുന്നത് എന്താ? ലൂസിൻ, ഐസോലൂസിൻ, ലൈസിൻ. MTP എന്താണ്? മെത്തിയോണിൻ, ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ. 2 T ഉണ്ട്. അടുത്ത T ഏതാണ്? ട്രിപ്റ്റോഫാൻ, വലൈൻ, ഹിസ്റ്റഡിൻ. അപ്പൊ ഈ കോഡ് ഉണ്ടെങ്കിൽ 9 അമിനോ ആസിഡ് നമുക്കും കിട്ടും അല്ലെ. അപ്പൊ ആ കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോഡ് ഇതാണ്. ലില്ലിക്ക് MTP ട്രിവാൻഡ്രത്ത് വെച്ച്. ആ 9 എന്തും കിട്ടും നമുക്ക്? ആ എസെൻഷ്യൽ അമിനോ ആസിഡും കിട്ടും.
അപ്പൊ നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോൺ എസെൻഷ്യൽ ഇരുന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്? എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്ത തന്നിരിക്കുന്നതിൽ ഏതാണ് അമിനോ ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 4 ഓപ്ഷനുകളുണ്ട്. ആ കോഡ് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈസീൻ ഉണ്ട്, ആർജിനിൻ ഉണ്ട്, വലൈൻ ഉണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്. കോഡ് എന്ത് വരുന്നു? ലില്ലി. ലില്ലിക്കകത്ത് ഇവിടെ ഏതാ കിടക്കുന്നത്? ലൈസീൻ അവിടെ കിടപ്പുണ്ട്. ലില്ലിക്ക് MTP ഇതിനകത്ത് ആരെയും വന്നിട്ടില്ല. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ട്രിവാൻഡ്രത്ത് വെച്ച് അല്ലെ? TVH വരുന്നതുണ്ട്, വലൈൻ ഉണ്ട്, H എന്ന് പറയുന്നതുണ്ട്, ഹിസ്റ്റിഡിൻ ഉണ്ട്. അപ്പൊ ഈ 3ഉം എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ആണെന്ന് കോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അല്ലാത്ത ഏതാണ്? എ എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ അതിനകത്ത് ആ എ എന്ന് പറയുന്ന ലെറ്റർ നമ്മുടെ കോഡിൽ ഇല്ലല്ലോ. അപ്പൊ ആർജിനിൻ എന്ന് പറയുന്നത് എന്ത് അമിനോ ആസിഡ് അല്ല? എസെൻഷ്യൽ അമിനോ ആസിഡ്. ഈ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ കോഡുകൾ ഉണ്ടാക്കി കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് പഠിച്ചത് മറന്നുപോയാൽ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതിനൊക്കെ കോഡുകൾ ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ കോഡുകളുമായിട്ട് നമുക്ക് അടുത്ത ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിഡമിയോളജിയും കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ടുള്ള ക്ലാസ്സുകൾ അടുത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ആ പാർക്ക് ടെക്സ്റ്റിലോട്ട് കയറണം. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതേപോലുള്ള ടാലന്റിന്റെയോ അല്ലെങ്കിൽ ലക്ഷ്യയുടെ ഒരു ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്താൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പാർക്ക് ടെക്സ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് വന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, എന്തോ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പിസൂട്ടിക്ക് ഔട്ട് ബ്രേക്ക് ഓഫ് സൂണോട്ടിക് ഡിസീസ് അല്ലേ? അപ്പൊ അതിനകത്ത് പാർക്കിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. നമുക്കത് എപ്പിഡമിയോളജി എന്ന് പറയുന്ന ടേമിന്റെ ആ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് മൃഗങ്ങളിലൂടെ തന്നെ പകരുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഔട്ട് ബ്രേക്ക് ഇൻ അനിമൽ പോപ്പുലേഷൻ ആണ് എപ്പിസൂട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കോഡുകൾ 2 ഓർമ്മയുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ? എന്തൊക്കെ കോഡുകളാണെന്ന് പഠിച്ചതെന്നൊന്ന് പറയാവോ? വേറെ അധികമായിട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് കോഡുകളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. 2 കോഡുകളാണ്. TB ഡേ പഠിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ TB ഡേ എന്ന് പറയുന്നത് മാർച്ച് 24 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വനജയുടെ കാലിഷ. ഓക്കെ, രണ്ടാമത്തെ കോഡ് എന്തുവായിരുന്നു? 9 എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ കോഡ്. ലില്ലിക്ക് MDP ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പൊ ജസ്റ്റ് അത് പഠിക്കുന്ന സമയത്ത് ആ പേര് മാത്രം ഫെമിലറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ന്യൂട്രീഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിച്ചു വരുന്ന ഒരു സെക്ഷനാണ് ഈ പറയുന്ന എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പറയുന്നത് ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇച്ചിരി പതുക്കെയാണ്. നിങ്ങൾ പറഞ്ഞ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പതുക്കെ പോയത്. പിന്നെ ഫോണിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പരിഹരിക്കാം. ക്ലാസ് വൈൻഡ് ചെയ്താലോ?
ഓക്കെ, നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം, മീറ്റിംഗ് എൻഡ് ചെയ്യാം.